പറഞ്ഞാലും ഒരു കറുതല. മോളെ ഞാൻ വന്നു. നീ എന്ത് വിളിച്ചിട്ട് വരാത്തെ? ഞാൻ വന്ന് തന്നെ ചേട്ടന് വിഷമം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു 10 days ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. അപ്പോഴത്തേക്കും ചേട്ടന്റെ പിണക്കൊക്കെ മാറുമല്ലോ. അങ്ങനെ പറ. ഇപ്പോഴാണ് നീ എന്റെ സഹോദരിയായത്. എനിക്ക് 7 സഹോദരങ്ങളാണ്, നിനക്കറിയാലോ. അതിൽ ഏറ്റവും ഇളയതാണ് ഇവള്. ഇവക്ക് ഞാൻ സ്വന്തം അച്ഛനെ പോലെയാണ്. മക്കളെ, എനിക്ക് നല്ല ഉറപ്പുണ്ടടി, നീ എന്നെ വിട്ട് ഒരിടത്തും പോകില്ല. പോയില്ലേ കൊള്ളാം. കണ്ടോ കണ്ടോ ചേട്ടാ, ചേച്ചി പറയുന്നത് കേട്ടോ. എപ്പോഴും തന്നെ ഞാൻ വന്നത് ചേച്ചിക്ക് ഒട്ടും പിടിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മോളെ, എനിക്ക് നീ എന്റെ മോളെ പോലെയാണ്. ഓ പിന്നെ പറച്ചിലൊക്കെ മാത്രമേ ഉള്ളൂ, എനിക്കറിയാലോ. പുറപ്പെട്ടു പോയവരൊക്കെ തിരിച്ചു വന്നാ ചെല്ലി ചെന്ന് കുത്തിയിരിക്കി. എന്നെ ആരും അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. കൂടുതൽ കളിച്ചാ എന്നെ തനി സ്വഭാവം പുറത്തു വരെ. മോളെ, അധികം അടുത്ത് നിന്ന് സംസാരമൊന്നും വേണ്ട. നീ വാ, നീ നിന്റെ ചേട്ടനെ കാണാനാണ് വന്നത്. വാ. പക്ഷെ എന്റെ ചേച്ചിയുടെ ചെലവിലാണ് നിക്കണെന്നുള്ളത് ഓർത്താ മതി. ചേട്ടാ, എനിക്ക് സത്യം സഹിക്കുന്നില്ല, ഞാൻ പോവാ. നീ എവിടെ പോണത്? ഓ ദോ പേടിച്ചോടാണ്. നല്ല ആമ്പിള്ളാരെ കാണുമ്പോഴത്തേ ഏത് പെണ്ണും പേടിച്ചോടും. ഞാൻ അങ്ങനെ കണ്ടവന്മാരെ കണ്ട് ഓടി പോന്നോളൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടേ പോന്നുള്ളൂ. എന്നിട്ട് ഇരുന്നല്ല അവിടെ. എന്നാണ് അവിടെ നിന്ന് വിളിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടാ. ചോദിച്ച് വാങ്ങിച്ചല്ലടാ. ഓ ചോദിച്ചു വാങ്ങിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തു നിന്നോളും. ഉടനെ കയറി അങ്ങ് നിന്നോളും. ഒരുമാരെ നാടോടി കുട്ടങ്ങളെ പോലെ. അമ്മ അമ്മ കത്താണ്ട അമ്മ. ഞാൻ സീരിയസ് ആയിട്ട് പറയുവാ, എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ എന്നാ നീ പോണം എങ്കിൽ പോ. എന്നാ ശരി, നീ പോണില്ലേ? നീ പോണ്ട. ഇത് പട്ടിക്കെങ്ങും പോവാൻ വേണ്ട, എന്നാ പോവാൻ വേണം. പോടി പോ. അണ്ണാ, നിനക്ക് ഈ പഴഞ്ചൊല്ലി ആരാടാ പറഞ്ഞെന്നെ? ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ പഴഞ്ചൊല്ലി, വേണമെങ്കിൽ എഴുതി വെച്ചോ. എടി എഴുതിയിട്, എന്നിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുപോകും. ബാലു നിർത്തേ. എടാ പോയി അപ്പുറത്തോട്ട് പോ. ചെല് മോളെ, ബാ ഇങ്ങോട്ട്. ആ ബാഗ് എടുത്തിട്ട് അകത്ത് പോയി ഫ്രഷ് ആവും. ഓ ചെല്ല് ചെല്ല്. ആരടാ കങ്കാര് ചാടി ചാടി പോ. അതിന് വൈകിട്ടില്ലല്ലോ. കുഞ്ഞു അപ്പച്ചി പോയിരുന്നെങ്കിൽ പണി കിട്ടിയാനെ. അങ്ങനെയാണെങ്കിൽ കഥയേര് കൊണ്ടുപോകും മോളെ. പിന്നെ വേറെ വിശേഷം എന്താ? എല്ലാവരും നന്നായിരിക്കുന്നു. നമ്മുടെ ശ്രീകുട്ടിയേട്ടനില്ലേ, ഓ പുള്ളി ഇവിടെ ഉണ്ട്. സത്യം, ഹീസ് ജസ്റ്റ് സോ ക്രേസിയാ. എന്നെ കിട്ടുമെന്ന് പറഞ്ഞാണ് നടക്കണത്. ഞാൻ പിന്നെ കുറച്ച് ഹാർഷൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ അവിടെ എന്താണ് വിശേഷം? ഫൈനായിട്ടിരിക്കുന്നു അല്ലേ? ഞാൻ ഇവിടെ പുറത്തിരിക്കുകയാണ്. എല്ലാവരും അകത്താണ്. ഓ അല്ല, അപ്പം ഫുഡൊക്കെ കഴിച്ചോ? ഓ ഇല്ല, ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂടാ. എടീ, ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഇതാ വരുന്നുണ്ട്. വീണ്ടും ശരി കട്ട് ചെയ്തോ. നല്ല മഞ്ഞാണ്, അത് തെറിപ്പോ. മഞ്ഞ്. ശരി. കള്ളന്മാരെ ഏരിയയാണ്. ഒരു വലിയ കള്ള ഇവിടെ ഉണ്ടല്ലോ. ഒരു വലിയ കള്ള ഇവിടെ ഉണ്ട്, നിന്റെ ചേട്ടൻ. പോയി കിടന്ന് ഉറങ്ങാം. ഇങ്ങനെ പറയല്ലെന്ന് ഞാൻ പറഞ്ഞു. സംസ്കാരത്തോട് സംസാരിക്കണം. പ്ലീസ് ഗെറ്റ് ഔട്ട് മാൻ. ആരത്? പേടിപ്പിക്കാതൊന്ന് പോവോ? പേടിപ്പിച്ചെന്നല്ല, ആണെങ്കിൽ വിശ്വസിച്ചാണ്. ഇവിടെ ആരാന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കണ്ട. അണ്ണാ ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ട്? ഇഡ്ഡലി. എവിടെ? ഏതെങ്കിലും വലിയ ശത്രു ഉണ്ടെങ്കിലേ ഇതൊരെണ്ണം എടുത്ത് എറിഞ്ഞാൽ മതി, അവന്റെ പണി ചെയ്യും. ഒറ്റ വീക്ക് കണ്ടില്ല. അളിയനെ പോലെ തുടങ്ങല്ലേ ആഹാരത്തെ കളിയാക്കണ. ഞാൻ അങ്ങനെ കളിയാക്കോ? കഴിക്കട്ടാ? കഴിക്കണ്ട. അയ്യോ
നിനക്ക് കഴിക്കേണ്ടത് അവിടെ ഇരിക്കട്ടെ. ഹലോ മുട്ടയുണ്ടോ? മുട്ടയുണ്ടോ? ഇതിന് അയൺ ബോക്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാ? മുട്ടയുണ്ടെന്ന് ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്ക്. ഫ്രിഡ്ജ് എടുക്കാണ്. ഭ്രാന്തായ എടുക്കണെന്തിനു? അങ്ങനെ ഇട്ടാ പോരെ? നീ ഇറ നീ ഇട്. കൊണ്ടുവാ. എന്തിന്? ബുൾസൈ വേണ? ഓംലെറ്റ് വേണം? ബുൾസൈ വേണ? അത് ഞാൻ ബുൾസൈന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതേ ഇസ്തിരി പെട്ടി വെച്ചിട്ട് മുട്ട വിരിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ കുറെ കരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ വരും. ചേച്ചി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന വാഴക്കുന്ന അവിടെ അതവിടെ ഇരിക്കണ്ട്. അളിയോട് നടാൻ പറഞ്ഞിട്ട് നട്ടിട്ടൊന്നുമില്ല. ഇതേ പഴ ഉരിഞ്ഞ് കഴിക്കണമല്ല, വാഴ കുഴിച്ച് വെക്കണത്. പറയടാ, പറ, ഞാൻ കേട്ട്. എന്തോന്നു? വാഴ കുഴിച്ച് വെക്കണതും കരിഞ്ഞ കോഴി ഇറങ്ങണതും മുട്ട ചൂടാണ് വയ്ക്കും. വെയിൽ പറഞ്ഞതിന് ഇപ്പൊ ഞാൻ കന്ന് വെക്കട്ടെ ചേച്ചി. കഴിച്ചിട്ടോ? കുഴിച്ചിട്ട് കഴിക്കാൻ. കുഴിച്ചിട്ട് കഴിക്കാം. എന്നാ പിന്നെ കുഴിച്ചിട്ട് കഴിച്ചാ മതി. യേശു, ശിവ, ലച്ചു 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 ഓടി ഓടി വാ മകളെ. അച്ഛൻ ഒരു കാര്യം കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കണ്ടോണം. പോയാലും കുഴപ്പമില്ലടാ. അത്രയൊക്കെ മതി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വാവ്, സൂപ്പർ ഐഡിയ. ചേട്ടനെ സമ്മതിക്കണം. ഇസ്തിരിപ്പെട്ടി കൊണ്ട് ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട്. എന്റെ അച്ഛാ, ദേ ഇന്നത്തെ വലിയ സംഭവമൊന്നുമല്ല. അകത്തെ ഇൻഡക്ഷൻ കുക്കർ ഇരിപ്പുണ്ട്, അതിൽ പോയി ഉണ്ടാക്ക്. ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്. ഇത് മുട്ടയൊക്കെ താഴെ ഒലിച്ച് ആകെപ്പാട് വൃത്തിയേട്. നീ പോടി അവിടുന്ന്. മൾട്ടി പർപ്പസ്, അതാണ് എന്റെ ലക്ഷ്യം. മക്കളെ, ഗോതമ്പ് പരിപ്പുണ്ടോ? എന്തിനാ? അതൊക്കെ ഉണ്ട്, എടുത്തോടാ. ഇതോടെ അച്ഛൻ പ്രസിദ്ധനാകൂടാ, പിടിച്ചാ കിട്ടൂല. അത് പോ, മതിയാ, പോ. എടുത്തോട്ടോ, ഗോതമ്പ് എടുത്തോട്ടോ. തന്നില്ലെങ്കിൽ ഓടെ എടുത്തോട്ടോ, വാടേ. അച്ഛാ, അത് കരിഞ്ഞു തുടങ്ങി. നീ അടങ്ങി. നീ ഗോതമ്പ് എടുത്തോണ്ട് വാടേ, പോടേ. ശരി. ശല്യമായില്ലത്. ലച്ചു വന്നേ.